കരിനീലൻ മാങ്ങ. ശരിക്കും നീലൻ മാങ്ങയുടെ ഒരു സബ് വെറൈറ്റിയാണിത്. ഇത് ഞാൻ കോഴിക്കോട് നിന്നാണ് വാങ്ങിയത്. കോഴിക്കോട് നടക്കാവ് ഏരിയയിൽ നിന്നാണ് വാങ്ങിയത്. പുള്ളിയുടെ ഉന്തുവണ്ടിയിൽ പുള്ളി വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കരിനീലൻ മാങ്ങ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിൽക്കാൻ വേണ്ടിയുള്ളൊരു ടാക്ടിക്സാണ്, കരിനീലൻ മാങ്ങ എന്ന് പേരൊന്നുമില്ല, അങ്ങനെയുള്ളൊരു മാങ്ങയില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് നീലൻ്റെ ഒരു സബ് വെറൈറ്റി ആണെന്ന്. നീലിനേക്കാളും ടേസ്റ്റിലും ഫ്ലേവറിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. കരിനീല മാങ്ങ അധികം വലുതാവുന്ന മാങ്ങയല്ല, ഒരു മീഡിയം സൈസ്ഡ് അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡ് മാങ്ങയാണ് കരിനീല മാങ്ങ. ഞാനിപ്പോൾ വാങ്ങിയതിലെ മാങ്ങകളിൽ വെച്ച് ഒരു സ്മോൾ സൈസ്ഡ് മാങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള മാങ്ങയൊക്കെ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. കരിനീല മാങ്ങയ്ക്ക് നീലമാങ്ങയുടെ ഏകദേശം ആ ഒരു സെയിം ടൈപ്പ് ഓഫ് അരോമയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സിമിലറാണ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന് ശരിക്കും നല്ല മധുരമുണ്ട്. നീലമാങ്ങയുടെ സെയിം ഫ്ലേവറാണെന്ന് തന്നെ പറയാം. എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എൻ്റെ ടേസ്റ്റ് ബഡ്സ് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് അല്ല. കരിനീല മാങ്ങയും നീലമാങ്ങയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ മാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ബഡ്സ് അല്ല ദൈവം എനിക്ക് തന്നത്. അതുകൊണ്ട് രണ്ടും സിമിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ആ ഒരു നീലം മാംഗോ ഫ്ലേവറുണ്ട്, അതുപോലെ തന്നെ ഇതിന് നല്ല മധുരമുണ്ട്. ഈ ഒരു മാങ്ങ കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് മാംഗോ സീസണിൻ്റെ ആ ഒരു എൻഡിലാണ് കൂടുതലായിട്ടും മാർക്കറ്റിൽ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള ഒരു മാങ്ങയാണ്. ഇതിന് കരിനീലം മാങ്ങ എന്ന് പേര് വന്നത് നീലമാങ്ങയായിട്ട് എന്തൊക്കെയോ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു ഡിഫറൻസ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നിങ്ങളൊന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക, എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക.